ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇതേപോലെ വാഴയ്ക്ക കിട്ടുന്ന സമയത്ത് നല്ലൊരു അടിപൊളി മസാല കൂട്ടോട് കൂടിയ ഒരു വാഴയ്ക്ക ഫ്രൈ തയ്യാറാക്കിയാലോ. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന റൈസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് തൈര് സാദം, പുളിയോദരം, പിന്നെ എന്താണ് ലെമൺ റൈസ്, പൊട്ടറ്റോ റൈസ്, ഇതിനൊക്കെ നമുക്ക് സൈഡായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അതുകൂടാതെ നമ്മളെന്ന് പറഞ്ഞല്ലോ, നോൺ വെജ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നല്ലൊരു കറിയാണ് കേട്ടോ, നല്ലൊരു കൂട്ടുകറിയാണ്. അതുകൂടാതെ നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈയുടെയും ഫിഷ് ഫ്രൈയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കൂട്ടിന്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 5 കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതേപോലെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാമേ. റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നടുവിലൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സൈസിൽ വേണം നമ്മൾ ഇതൊന്ന് മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിലോട്ടും കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് നല്ലോണം വെന്തുടഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് എല്ലാ കായും കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഈ ഒരു സൈസിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിൽ ആ ഒരു കറയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാമേ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴയ്ക്ക് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കൂട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പിടും. ഇത് നമ്മൾക്ക് വാഴയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. അത്രയും കൂടെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി അത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. അത് ഒപ്പം തന്നെ ആ വാഴയ്ക്കയും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുകയും വേണേ. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ എണ്ണയിലിട്ട് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തീ മീഡിയം ഫ്ലെയിമിലിട്ടിരിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമുക്ക് നല്ലോണം ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമുക്ക് മനസ്സിലാകും, ആ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി അത് നല്ലോണം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈർപ്പമൊക്കെ വറ്റി മസാല എല്ലാം അതിലൊന്ന് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാറ്റി വയ്ക്കാമേ. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് സെയിം പാൻ തന്നെ വെച്ച് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാമേ. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതേ പാൻ തന്നെ വെച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. അതിനോടൊപ്പം തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. കൂടാതെ തന്നെ കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണേ. ആ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നും കരിയിച്ചെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്കിതിലേക്ക് 2 തക്കാളിയാണ് കേട്ടോ. 2 തക്കാളി നീളത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാമേ. അധികം മസാലകളുടെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് മസാല മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനിടയ്ക്ക് നമ്മൾ ഈ കൂട്ടിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ച സമയത്ത് ഉപ്പിട്ടിരുന്നു. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പൊടികളുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ.
ഈ കൂട്ടാണ് കേട്ടോ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. നല്ലൊരു അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ വാഴയ്ക്ക ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ടും നോൺ വെജൊക്കെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ദാ ഇത് മസാല എല്ലാം നല്ലോണം ഒന്ന് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം അതിലോട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതും പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. മാറ്റി ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അതൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ വെച്ച് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം അരപ്പ് അരച്ചെടുക്കണേ. വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ അരച്ച് നമുക്കിതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അരപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാഴയ്ക്ക ഫ്രൈ നമുക്കിതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് ഈ കൂട്ടും കായുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കൂട്ടിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി കായലേക്ക് ഈ കൂട്ടെല്ലാം നല്ലോണം ഒന്ന് പിടിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വാഴയ്ക്ക ഫ്രൈ ആണ്. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരെണ്ണം തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ കണ്ടല്ലോ ആ കൂട്ടെല്ലാം നല്ലോണം കായലോട്ട് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ആക്കിയെടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്